മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2 മീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. ഇതിലൊരു കഷ്ണത്തിന്റെ മുക്കാൽ ഭാഗത്തിന്റെ നീളം എത്ര മീറ്റർ ആണ്? ഇത് എത്ര സെന്റിമീറ്റർ ആണ്? അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? 2 മീറ്റർ നീളമുള്ള കയർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കയറിന്റെ നീളം തന്നിട്ടുണ്ട് അല്ലേ? കയറിന്റെ നീളം തന്നിട്ടുണ്ട്. എത്രയാ കയറിന്റെ നീളം? കയറിന്റെ നീളം സമം 2 മീറ്റർ അല്ലേ? 2 മീറ്റർ. പിന്നെന്താ പറഞ്ഞത്? ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു അല്ലേ? കയറിന്റെ നീളം എത്രയാണ്? 2 മീറ്റർ നീളമുള്ള കയർ അല്ലേ? തുല്യ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു? മുറിച്ചു അല്ലേ? അല്ലേ? 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം, 4 ഭാഗം, പിന്നെ ഒരു 5 ഭാഗം, അങ്ങനെ 5 കഷ്ണങ്ങളായി എന്ത് ചെയ്തു? മുറിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇതിലൊരു കഷ്ണത്തിന്റെ മുക്കാൽ ഭാഗത്തിന്റെ നീളം എത്ര മീറ്റർ ആണ്? അല്ലേ? ഇതിലൊരു കഷ്ണം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടുത്തം വരെയുള്ള കഷ്ണം, ഇതിന്റെ മുക്കാൽ ഭാഗം എന്ന് എത്രയായിരിക്കും? അല്ലേ? 4 3 ഭാഗം അല്ലെങ്കിൽ 3/4. ഇതിന്റെ മുക്കാൽ ഭാഗത്തിന്റെ നീളം എത്ര മീറ്റർ ആണ്? അല്ലേ? ടോട്ടൽ നമുക്കറിയാം എത്രയാ? 2 മീറ്റർ ആണ്. 5 സമഭാഗങ്ങളായി മുറിച്ചു. 1 2 3 4 5 അല്ലേ? അപ്പോ ഇതിന്റെ മുക്കാൽ ഭാഗം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അല്ലേ നീളത്തിന്റെ മുക്കാൽ ഭാഗം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എന്തിനും കൂടെ കണ്ടുപിടിക്കണം? സെന്റിമീറ്ററിലും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തി? കയറിന്റെ നീളം 2 മീറ്റർ. പിന്നെന്താ പറഞ്ഞത്? 5 കഷ്ണങ്ങളാക്കില്ലേ? 5 കഷണങ്ങളാക്കി അതിലൊരു ഭാഗത്തിന്റെ നീളം, എത്രയായിരിക്കും? ടോട്ടൽ എത്ര മീറ്റർ ഉള്ളത്? 2 മീറ്റർ അല്ലേ? എത്ര ഭാഗങ്ങളാക്കിയത്? 5. അപ്പൊ എങ്ങനെ എഴുതാം? 2/5 മീറ്റർ എന്ന് എഴുതാം. ഇനി എന്താ നോക്കിയേ? ഇതിലൊരു കഷ്ണത്തിന്റെ മുക്കാൽ ഭാഗത്തിന് നീളം അല്ലേ? അതിലൊരു കഷ്ണത്തിന്റെ നീളാണേത്? അല്ലേ? 2/5. അപ്പോ ഈ 2/5 എന്ത് കാണണം? മുക്കാൽ ഭാഗം കാണണം. അപ്പൊ എന്ത് എഴുതാം? അല്ലേ? 2/5 മീറ്റർ നീളമുള്ള കഷണത്തിന്റെ മുക്കാൽ ഭാഗം അല്ലേ? മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം. മുക്കാൽ ഭാഗം അല്ലേ? ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 2/5 ഗുണിക്കണം 3/4. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 3/4 ഗുണിക്കണം 2/5. നോക്കിയേ, 2 ഗുണിക്കണം 3 അല്ലേ? ഗുണിക്കണം ആയതുകൊണ്ട് നമുക്ക് ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഗുണിക്കാം. 2 ഗുണിക്കണം 3 താഴെ വരും 5 ഗുണിക്കണം 4. ഓക്കെ, 2 ഗുണിക്കണം 3 എത്രയാ? 6. 6/20. 6/20 എന്താണ്? മീറ്റർ ആണ്. 6/20 മീറ്റർ. ഇനി എന്ത് ചെയ്യണം നമുക്ക്? ഇത് സെന്റിമീറ്ററിലേക്ക് മാറ്റണം അല്ലേ? മീറ്ററിൽ നിന്ന് ഏക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, നമുക്കറിയാം എന്താ? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്ററാ? 100 സെന്റിമീറ്റർ. ഇവിടെ എത്ര മീറ്റർ ഉണ്ട്? 6/20 മീറ്റർ ആണ്. അപ്പൊ ഇനി എങ്ങനെ മാറ്റാം? 6/20 ഗുണിക്കണം 100 ചെയ്താൽ മതി അല്ലേ? 6 ഗുണിക്കണം 100 എത്രയാ? 600 ഡിവൈഡ് ബൈ 20. ഈ പൂജ്യം നമുക്ക് വെട്ടിക്കളയാം അല്ലേ? അംശത്തിലും ഛേദത്തിലും 0 ഉണ്ടെന്ന് എന്ത് ചെയ്യാം? ഡയറക്റ്റ് വെട്ടിക്കളയാം. ബാക്കി എത്രയേ ഉള്ളൂ? 60/2 സമം 30 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? 6/20 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? 30 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 3 ലിറ്റർ വെള്ളം ഒരേപോലുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു. ഇപ്പോൾ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അത് എത്ര മില്ലി ലിറ്റർ ആണ്? എന്താ ക്വസ്റ്റ്യൻ? 3 ലിറ്റർ വെള്ളം ഒരേപോലുള്ള 4 കുപ്പികളിൽ നിറച്ചു. അപ്പൊ ആകെ വെള്ളത്തിന്റെ അളവ് എത്രയാ? അല്ലേ?
നമ്മുടെ കയ്യിലുള്ള ആകെ വെള്ളത്തിന്റെ അളവ് വരുന്നത് എത്രയാ? 3 ലിറ്റർ അല്ലേ? അപ്പൊ ആകെ വെള്ളത്തിന്റെ അളവ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാ? 3 ലിറ്റർ. 3 ലിറ്റർ. പിന്നെ എന്താ പറയുന്നേ? ഒരേപോലുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം അല്ലേ? ഒരേപോലുള്ള 4 കുപ്പികളിൽ നിറച്ചു വരുമ്പോൾ എന്തായിരിക്കും? 4 കുപ്പികളിൽ നിറച്ചു അല്ലേ? ഒരേപോലുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം എത്രയായിരിക്കും? കുപ്പിയിലെ വെള്ളം, ഒരു കുപ്പിയിലെ വെള്ളം എത്ര? ആകെ 3 ലിറ്റർ ആണ്. അത് തുല്യമായിട്ട് 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം എത്രയായിരിക്കും? 4ൽ 3 ഭാഗമായിരിക്കും അല്ലേ? 4ൽ 3 ലിറ്റർ, അല്ലെങ്കിൽ എന്ത് പറയാം? 3/4 ലിറ്റർ. എന്നാ അടുത്ത് പറഞ്ഞേ, അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു അല്ലേ? ഈ 3/4 ലിറ്റർ വെള്ളം എന്ത് ചെയ്തു? ഒരേപോലുള്ള 5 കപ്പുകളിൽ നിറച്ചു. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു കപ്പിലത്തെ വെള്ളമാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അപ്പൊ എന്താ എഴുതാം? അതിലൊരു കുപ്പിയിലെ വെള്ളം അല്ലേ ഒരേപോലുള്ള 5 കപ്പുകളിൽ നിറച്ചു. 5 കപ്പുകളിൽ നിറച്ചു അല്ലേ? 5 കപ്പുകളിൽ നിറച്ചു. അപ്പോൾ ഒരു കപ്പിലെ വെള്ളം അതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അതെ. അപ്പോൾ ഒരു കപ്പിലെ വെള്ളം സമം എത്രയായിരിക്കും? ടോട്ടൽ എത്ര കപ്പ് ഉണ്ട്? 5 കപ്പ് അല്ലേ? അതിൽ ഒരു കപ്പിലെ വെള്ളം ചോദിച്ചത് അല്ലേ? അപ്പൊ 5ൽ 1 ഭാഗം ഗുണിക്കണം. നമുക്കറിയാം എത്ര ലിറ്റർ വെള്ളമായി 5 കപ്പിലാക്കിയത് അല്ലേ? 3/4 ലിറ്റർ. അപ്പൊ 3/4 ലിറ്റർ, അല്ലെങ്കിൽ എന്ത് പറയാം? 3/4ന്റെ 5ൽ 1 ഭാഗം. മനസ്സിലായില്ലേ? 3/4ന്റെ 5ൽ 1 ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. സമം എത്ര കിട്ടും? 1 ഗുണിക്കണം 3/5 ഗുണിക്കണം 4. നോക്കിയേ, 3/20 ലിറ്റർ അല്ലേ? നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? അത് എത്ര മില്ലി ലിറ്റർ ആണെന്ന് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ എന്താ എഴുതാം? മില്ലി ലിറ്ററിൽ അങ്ങനെയാ മില്ലി ലിറ്റർ നോക്കുക. നമുക്കറിയാം അല്ലേ? 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ് അല്ലേ? 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ലിറ്ററിലാണ് തന്നിട്ടുള്ളത്. അത് മില്ലി ലിറ്ററിലൊക്കെ എങ്ങനെയാ മാറ്റുക? ഈ 3/20നെ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 3/20 ഗുണിക്കണം 1000 സമം 3 ഗുണിക്കണം 1000 ഡിവൈഡഡ് ബൈ 20. ഇവിടെ നോക്കിയേ, ഛേദത്തിലൊരു 0 ഉണ്ട്, അംശത്തിലൊരു 0 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് വെട്ടിക്കളയാം. ബാക്കി എന്തുള്ളൂ? 3 ഗുണിക്കണം 100 ഡിവൈഡ് ബൈ 2. നോക്കിയേ, 300/2 എത്ര കാണുന്നത്? 300ന്റെ പകുതി അല്ലേ? അപ്പൊ 300ന്റെ പകുതി എത്രയാ? 150 അല്ലേ? ഇതുകൊണ്ട് ചെയ്താൽ മതി. 300നെ 2 കൊണ്ട് ഹരിച്ചാലും മതി. അപ്പൊ 150 മില്ലി ലിറ്റർ. മനസ്സിലായില്ലേ? സിമ്പിൾ ആണല്ലേ? ഒന്നും കൂടി പറയാം. ആകെ വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 3 ലിറ്റർ അല്ലേ? ഈ 3 ലിറ്റർ വെള്ളത്തിന് 4 കുപ്പികളിൽ ഒരേപോലെ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം ഏത്? 3/4 ലിറ്റർ, അല്ലെങ്കിൽ 4ൽ 3 ഭാഗം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കുപ്പിയിലത്തെ വെള്ളം, ഈ 4ൽ 3 ഭാഗമുള്ള ആ കുപ്പിയിലത്തെ വെള്ളം അല്ലേ എന്ത് ചെയ്തു? 5 കപ്പുകളിൽ നിറച്ചു അല്ലേ? എന്ത് പറയാം? 3/4 ലിറ്റർ അല്ലേ? ഈ 3/4 ലിറ്റർ വെള്ളത്തിന് എന്ത് ചെയ്തു? 5 കപ്പുകളിൽ നിറച്ചു. അതിലൊരു കപ്പിലെ വെള്ളത്തിലാണ് ക്വസ്റ്റ്യൻ അല്ലേ? അതിലൊരു കപ്പിലെ വെള്ളം നമുക്കറിയാം 5 കപ്പാന്നുള്ളത്. അതിലൊരു കപ്പിന്റെ കിട്ടുന്നത്. അപ്പൊ 5ൽ 1 ഭാഗം ഗുണിക്കണം 3/4, അല്ലെങ്കിൽ 4ൽ 3. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഡയറക്റ്റ് ഗുണിക്കാം. ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യാം?
ഗുണനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഗുണിക്കാം. അപ്പോൾ 1 ഗുണിക്കണം 3 ഡിവൈഡ് ബൈ 5 ഗുണിക്കണം 4 3/20 ലിറ്റർ കിട്ടും. ഈ ലിറ്റർ ഏതിലേക്ക് മാറ്റണം, മില്ലി ലിറ്ററിലേക്ക് മാറ്റണം. നമുക്കറിയാം ഒരു ലിറ്റർ എന്ന് പറഞ്ഞത് 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ എത്ര തന്നിട്ടുണ്ട്, 3/20 ലിറ്ററിലാണ് തന്നിട്ടത്. അത് മില്ലി ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്താൽ മതി, 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. സമം 3 ഗുണിക്കണം 1000/20. നോക്കിയേ, അംശത്തിലും 0 ഉണ്ട്, ഛേദത്തിലും ഒരു 0 ഉണ്ട്. അപ്പോൾ ഒരു 0 നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. അപ്പോൾ ആ ഒരു 0 നമ്മൾ എന്ത് ചെയ്തു, വെട്ടിക്കളഞ്ഞു. ബാക്കി 3 ഗുണിക്കണം 100/2. 3 ഗുണിക്കണം 100 എന്നാൽ 300/2. 300ന്റെ പകുതി എത്രയാണ്, 150. അല്ലെങ്കിൽ 300നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും, 150 മില്ലി ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തൻ ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി ഒരു കഷ്ണത്തിനെ വീണ്ടും പകുതിയാക്കി. ഈ 2 കഷ്ണങ്ങൾ ഓരോന്നിനും എത്ര കിലോഗ്രാം ഭാരമുണ്ട്, അത് എത്ര ഗ്രാം ആണ്? എന്താ ക്വസ്റ്റ്യൻ, 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ചെയ്യാം. ആദ്യം എന്ത് എഴുതണം, 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തൻ. അപ്പൊ എന്ത് എഴുതാം, തണ്ണിമത്തന്റെ ആകെ ഭാരം അല്ലേ, തണ്ണിമത്തന്റെ ആകെ ഭാരം എത്രയാ, 4 കിലോഗ്രാം. അല്ലെങ്കിൽ എന്ത് എഴുതാം, 4 kg, 4 കിലോഗ്രാം അല്ലേ. അതെ, പിന്നെ എന്താ പറഞ്ഞത് അല്ലേ, ഈ 4 കിലോഗ്രാം ഭാരമുള്ള തണ്ണിമത്തന ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി. അപ്പോ ഒരു കഷ്ണത്തിന്റെ വീണ്ടും പകുതിയാക്കി അല്ലേ. അപ്പൊ ആദ്യം എന്ത് എഴുതാം, ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കിയില്ലേ. അപ്പൊ അതെടുത്ത് എഴുതാം, 5 കഷണങ്ങളാക്കി അതിലൊരു കഷണത്തിന്റെ ഭാരം എത്രയാ, നമുക്കറിയാം ആകെ 4 കിലോഗ്രാം ആണ്. അതിന് 5 ഭാഗങ്ങളാക്കി അല്ലെ, 5 കഷ്ണാക്കി. അതിലൊരു കഷ്ണത്തിന്റെ ഭാഗം എത്രയായിരിക്കും, 4/5 kg അല്ലേ. അതെ, പിന്നെ എന്താ പറയുന്നത്, ഈ 4/5 ഭാരമുള്ള അല്ലേ ആ കഷ്ണം, 4/5 ഭാരമുള്ള കഷ്ണത്തിനെ വീണ്ടും എന്ത് ചെയ്തു, പകുതിയാക്കി. ഈ 2 കഷ്ണങ്ങൾ ഓരോന്നിനും എത്ര കിലോഗ്രാം ഭാരമുണ്ട്, അത് എത്ര ഗ്രാമാണ് അല്ലേ. പിന്നെ ഈ 4/5 എന്ത് ചെയ്തു, വീണ്ടും പകുതിയാക്കി. അതിലൊരു കഷ്ണത്തിന്റെ ഭാരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യാം, 4/5ന്റെ പകുതി കണ്ടാൽ മതി അല്ലേ, പകുതി കണ്ടാൽ മതി അല്ലേ. ഇനി 2 ഭാഗങ്ങളാക്കുന്നതല്ലേ, അപ്പൊ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 4/5 ഗുണിക്കണം 1/2 സമത്രയാണ്, 4 ഗുണിക്കണം 1/5 ഗുണിക്കണം 2 സമം 4/10 kg. മനസ്സിലായില്ലേ? ഇതിപ്പോ 4/10 ഇപ്പോ ഇത് എന്തിനാണ് കിട്ടിയിട്ടുള്ളത്, കിലോഗ്രാമിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇതിൽ എന്തിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാമിലേക്ക് കൂടെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതിയാലോ, ഗ്രാമിൽ സമം എന്ത് കിട്ടും, 4/10 ഗുണിക്കണം, നമുക്കറിയാം 1 കിലോഗ്രാം 1 kg എന്ന് എത്ര ഗ്രാമാണ്, 1000 ഗ്രാമാണ്. 1 കിലോഗ്രാം 1000 ഗ്രാമാണെന്ന് നമുക്കറിയാം. അപ്പോ ഇവിടെ എത്ര കിലോഗ്രാം ആണുള്ളത്, 4/10 കിലോഗ്രാം ആണുള്ളത്. അത് ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. നോക്കിയേ എത്ര കിട്ടും, 4 ഗുണിക്കണം 1000 ഡിവൈഡ് ബൈ 10. ഓക്കെ, അംശത്തിലും 0 ഉണ്ട്, ഛേദത്തിലും 0 ഉണ്ട് അല്ലേ. ഛേദത്തിൽ ഒരു 0 ഉള്ളൂ, അതുകൊണ്ട് താഴെ ഒരു 0 മുകളിലത്തെ ഒരു 0 എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇനി ബാക്കി അങ്ങനെ എടുത്തതാ, 4 ഗുണിക്കണം 100 ഡിവൈഡ് ബൈ എത്രയാ, 1 സമം എത്ര കിട്ടും, 400 ഗ്രാം. മനസ്സിലായില്ലേ? അപ്പൊ 4/10 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമിന് തുല്യമാണ്, 400 ഗ്രാമിന് തുല്യമാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു പാത്രത്തിൽ നിറച്ച പാൽ ഒരേപോലുള്ള 3 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലെയും പാൽ ഒരേ വലുപ്പമുള്ള 4 കപ്പുകളിൽ നിറച്ചു. ഒരു കപ്പിലുള്ള പാൽ ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ് അല്ലേ. ഒരിക്കൽ വായിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഒന്നും തിരിയൂല, 2-3 പ്രാവശ്യം വായിച്ചെന്തെങ്കിലും ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഒരു പാത്രത്തിൽ നിറച്ച പാൽ ഒരേ വലുപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു അല്ലെ. ഒരു പാത്രത്തിൽ പാലുണ്ടായി, അതെന്ത് ചെയ്തു, 3 അല്ലെ ഒരേ പോലുള്ള 3 കുപ്പികളിൽ നിറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു,
ഓരോ കുപ്പിയിലെയും പാൽ അല്ലെ, ഈ മൂന്നിൽ ഒരു കുപ്പിയിലെ പാൽ, 3 കുപ്പികളിൽ നിറച്ചു, അതിൽ ഒരു കുപ്പിയിലത്തെ പാൽ എന്ത് ചെയ്തു, ഒരേ വലുപ്പമുള്ള 4 കപ്പുകളിൽ നിറച്ചു അല്ലെ. ആദ്യം പാത്രത്തിന്റെ പാൽ എന്ത് ചെയ്തു, ഒരേപോലുള്ള 3 കുപ്പികളിൽ നിറച്ചു. അതിനുശേഷം അതിലൊരു കുപ്പിയിലത്തെ പാൽ എന്ത് ചെയ്തു, ഒരേപോലുള്ള 4 കപ്പുകളിൽ നിറച്ചു. എന്താ കണ്ടുപിടിക്കുന്നത്? ഒരു കപ്പിലുള്ള പാൽ ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ് അല്ലെ, ഈ പാത്രത്തിന്റെ അല്ലെ പാലിന്റെ എത്ര ഭാഗമാണെന്നാണ് ആ ഒരു കപ്പിലത്തെ പാല് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊക്കെ എഴുതാം. എത്ര കുപ്പികളുണ്ട്? അപ്പൊ എന്ത് എഴുതാം? കുപ്പികളുടെ എണ്ണം. കുപ്പികളുടെ എണ്ണം എത്രയാ? 3 അല്ലേ. അതേപോലെ എന്താ പറയുന്നുണ്ട്, ഓരോ കുപ്പിയിലെയും പാൽ ഒരേ വലുപ്പമുള്ള 4 കപ്പുകളിൽ നിറച്ചു. അപ്പൊ എന്ത് എഴുതാം? ഒരു കുപ്പിയിലെ പാൽ 4 കപ്പുകളിൽ നിറച്ചു അല്ലേ. നോക്കിയേ, 4 കപ്പുകളിൽ നിറച്ചു. എന്നിട്ട് എന്താ പഠിക്കാൻ പറഞ്ഞേ? കപ്പിലുള്ള പാൽ ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ്? അപ്പൊ എന്ത് എഴുതാം? ഒരു കപ്പിലുള്ള പാൽ ആദ്യത്തെ പാത്രത്തിലെ എത്ര ഭാഗം അല്ലേ? എത്ര ഭാഗം? നമുക്കറിയാം എത്ര കുപ്പികളുണ്ട്? 3 കുപ്പികളാണ്. ആ 3 കുപ്പികളിലത്തെ ഒരു കുപ്പിയിലത്തെ പാലാണ് നമ്മൾ 4 കപ്പുകളിലാക്കിയത് അല്ലേ. എന്നിട്ട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ആ 4 കപ്പുകളിൽ നിറച്ചു. അതിൽ ഒരു കപ്പിലുള്ള പാൽ ആദ്യത്തെ പാത്രത്തിലെ എത്ര ഭാഗമാണ്? അപ്പൊ എങ്ങനെ എഴുതാം അല്ലേ? 3ൽ 1 ഭാഗം ഗുണിക്കണം 4ൽ 1 ഭാഗം അല്ലേ. 3ൽ 1 കുപ്പിയാണ്, അതേപോലെ തന്നെ അല്ലേ 3ൽ 1 കുപ്പിയിൽ 4ൽ 1 ഭാഗം അല്ലേ. നമുക്കറിയാം 3 കുപ്പികളിൽ നിറച്ചു, അതിൽ ഒരു കുപ്പിയിലത്തെ പാലാണ് എടുക്കുന്നത് അല്ലേ. ഗുണിക്കണം എത്രയാ? കപ്പ് 4 കപ്പ് ഉണ്ട്, അതിൽ ഒരു കപ്പിലത്തെ പാലിന്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. നോക്കിയേ, എത്ര കിട്ടും? 1/12 ഭാഗം അല്ലേ. അപ്പൊ എന്താ കണ്ടുപിടിച്ചത് അല്ലേ? ഒരു കപ്പിലുള്ള പാൽ ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ്? ഈ പാത്രത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിച്ചു. 12ൽ 1 ഭാഗമാണ് അല്ലേ. അപ്പൊ ഈ പാത്രത്തിൽ എത്ര പാലായിരിക്കും ഉണ്ടാവുക? 12 അല്ലേ. 12 ലിറ്റർ പാലായിരിക്കും. ലിറ്ററോ മില്ലി ലിറ്ററോ ഒന്നും തന്നിട്ടില്ല, എന്നാൽ നമുക്കെന്ത് പറയാം? 12 ലിറ്റർ പാലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഒരു കുപ്പിയിൽ എത്ര പാലാണ്? ഒരു കുപ്പിയിൽ അല്ലേ 4 കപ്പ് അല്ലേ. ഒരു കുപ്പിയിൽ 4 കപ്പാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 കുപ്പിയിൽ എത്രയായിരിക്കും? 3 ഗുണിക്കണം 4 സമം 12 കപ്പ് അല്ലേ. 12 കപ്പ്. അതുകൂടി പറയാം, കുപ്പികളുടെ എണ്ണം 3 ആണ് അല്ലേ. ഒരു കുപ്പിയിലെ പാല് 4 കപ്പുകളിൽ നിറച്ചു. അപ്പോൾ ഒരു കപ്പിലുള്ള പാല് എന്ന് പറഞ്ഞത് ആദ്യത്തെ പാത്രത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ. നമുക്കറിയാം എത്ര കുപ്പിയുണ്ട്? 3 കുപ്പി. അതിൽ ഒരു കുപ്പിയിലത്തെ പാല എടുക്കുന്നത്. അപ്പൊ 3ൽ 1 കുപ്പിയിലേക്ക് 1/3 ഗുണിക്കണം. നോക്കിയേ, എത്ര കപ്പാ ഉള്ളത്? 4 കപ്പാ ഉള്ളത്. ആ 4ൽ 1 കപ്പിലത്തെ പാലിന്റെ അളവാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പൊ 1/3 ഗുണിക്കണം 1/4 സമം 1/12 ഭാഗം. നമുക്കറിയാം ഒരു കുപ്പിയിൽ 4 കപ്പാണുള്ളത് അല്ലേ. അപ്പൊ 3 കുപ്പിയിൽ എത്രയായിരിക്കും? 3 ഗുണിക്കണം 4 എത്ര കപ്പ് ഉണ്ടാവും? 12 കപ്പ്. അപ്പൊ ഈ പാത്രത്തിന്റെ എത്ര ഭാഗമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 12ൽ 1 ഭാഗമാണ് അല്ലേ ആ കപ്പിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തെ പാത്രത്തിലെ പാലിന്റെ എത്ര ഭാഗമാണ്? 12ൽ 1 ഭാഗമാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 12 സെന്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരയ്ക്കുക. AB-യുടെ 2/3 ഭാഗമായി AC അടയാളപ്പെടുത്തുക. AC-യുടെ 1/4 ഭാഗമായി AD അടയാളപ്പെടുത്തുക. AB-യുടെ എത്ര ഭാഗമാണ് AD അല്ലേ. എന്താ ക്വസ്റ്റ്യൻ? 12 സെന്റിമീറ്റർ നീളത്തിൽ AB എന്ന വര വരയ്ക്കുക. കണ്ടോ, ഇവിടത്തേക്ക് എത്ര സെന്റിമീറ്റർ ആണ്? 12 സെന്റിമീറ്റർ ആണ്. 12 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. അതിനുശേഷം നോക്കിയേ,
AB-യുടെ 2/3 ഭാഗമായി AC അടയാളപ്പെടുത്തണം അല്ലേ? അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? AB-യുടെ 2/3 ഭാഗം കണ്ടുപിടിക്കണം. AB-യുടെ 2/3 ഭാഗം. AB-യുടെ 2/3 ഭാഗം നമുക്കറിയാം. AB എത്രയാണ്? 12. അതിന്റെ 2/3 ഭാഗം എത്രയായിരിക്കും? നോക്കിയേ, ഇവിടെ തന്നെ കട്ട് ചെയ്യാം അല്ലേ? എത്രയാ? 12ൽ എത്ര 3 ഉണ്ട് നോക്കുക. എത്ര 3 ഉണ്ട്? 4. അപ്പൊ 4 ഗുണിക്കണം 2 സമം 8 സെന്റിമീറ്റർ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 12നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 3 കൊണ്ട് വെച്ചാൽ മതി അല്ലേ? 12നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 24. 24/3 എന്ന് പറയുമ്പോൾ 8 കിട്ടും അല്ലേ? 8 3 എത്രയാ? 24 കിട്ടും. അപ്പോൾ 8 സെന്റിമീറ്റർ കിട്ടി. ഇനി അടുത്തെന്താ ക്വസ്റ്റ്യൻ? AC-യുടെ 1/4 ഭാഗമായി AD അടയാളപ്പെടുത്തുക അല്ലേ? നമുക്കിപ്പോ AB-യുടെ എത്ര 2/3 ഭാഗമാണ് ഇത്? AC. അപ്പൊ ഏകദേശം 8 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇവിടെ വിചാരിച്ചോ, ഇതാണ് 8 എന്ന് വിചാരിച്ചോ. ഇതാണ് എന്തെന്ന്? C അല്ലേ? AC. ഇനി നോക്കിയേ, AC-യുടെ 1/4 ഭാഗം അല്ലേ? AC-യുടെ 1/4 ഭാഗം നമുക്കറിയാം. AC എത്രയാണ്? AC എന്ന് പറയുന്നത് ഇവിടുന്ന് എടുത്തേക്ക് 8 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 8 ഗുണിക്കണം 1/4 എത്ര കിട്ടും? 8/4 കിട്ടും സമം അല്ലേ? 8നെ 4 കൊണ്ട് അടിച്ചു നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4ന്റെ ഗുണിതത്തിൽ 8 വരുന്നുണ്ടോ? എത്ര പ്രാവശ്യം? 2 അല്ലേ? ഇപ്പൊ 2 സെന്റിമീറ്റർ. 8നെ 4 കൊണ്ട് അടിച്ചാൽ എത്ര? 2 അല്ലേ? 4 ഗുണിക്കണം 2 എന്നത് എത്രയാണ്? 8. അപ്പൊ 2 സെന്റിമീറ്റർ. അപ്പൊ 2 ഏകദേശം എവിടെയും ഇവിടെ വരുന്ന വിചാരിച്ചോ, ഇടന്ന് വരും D വരും അല്ലേ? അപ്പൊ AB-യുടെ എത്ര ഭാഗമാണ് AD? അപ്പൊ AB-യുടെ എത്ര ഭാഗമാണ് AD അല്ലേ? സമം എന്ത് കണ്ടാൽ മതി? 12ൽ 2 ഭാഗം കണ്ടാൽ മതി. എത്ര കിട്ടും? 1/6 ഭാഗം. മനസ്സിലായില്ലേ? അപ്പോൾ AB-യുടെ എത്ര ഭാഗമാണ് AD? 1/6 ഭാഗം. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ക്വസ്റ്റ്യൻ? ചുവടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഗുണനക്രിയയിലൂടെ കണക്കാക്കുക. ഓക്കെ, 2/5ന്റെ 3/7 ഭാഗം, അതേപോലെ തന്നെ 2/7ന്റെ 3/5 ഭാഗം, അതേപോലെ തന്നെ 3/4ന്റെ 2/3 ഭാഗം, അതേപോലെ തന്നെ 3/10ന്റെ 5/6 ഭാഗം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 5ൽ 2ന്റെ 7ൽ 3 ഭാഗം, അങ്ങനെയും പറയാം. എങ്ങനെ ചെയ്യേണ്ടത് അല്ലേ? ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. 2/5 ഗുണിക്കണം 3/7 അല്ലേ? ഇനി എന്ത് ചെയ്യാം? നേരെ ഗുണിക്കുക. 2 ഗുണിക്കണം 3/5 ഗുണിക്കണം 7 അല്ലേ? 2 ഗുണിക്കണം 3 എത്രയാ? 6/5 ഗുണിക്കണം 7 35. അപ്പൊ 6/35 കിട്ടും. ഇതോ 2/7 ഗുണിക്കണം 3/5 അല്ലേ? 2 ഗുണിക്കണം 3 എത്രയാ? 6. പിന്നെയോ 7 ഗുണിക്കണം 5 അല്ലേ? എത്ര കിട്ടും? 6/35. ഇതും എത്രയാണ് കിട്ടല്? 6/35. ഇനി നോക്കിയേ, 3/4ന്റെ 2/3 ഭാഗം. അപ്പൊ എങ്ങനെ എഴുതാം? 3/4 ഗുണിക്കണം 2/3 അല്ലേ? 3 ഗുണിക്കണം 2/4 ഗുണിക്കണം 3. ഡയറക്റ്റ് ഗുണിച്ചാൽ മതി, ഈസിയാണ്. 6/12. ഇതോ 3/10ന്റെ 5/6 ഭാഗം എത്രയാണ്? 3/10 ഗുണിക്കണം അല്ലേ? 5/6 എത്ര കിട്ടും? 3 15 10 ഗുണിക്കണം 6 60. അപ്പൊ എത്ര കിട്ടും? 15/60. മനസ്സിലായില്ലേ? ഇത് ഈസിയാണ്. ഈ കണക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ? പിന്നെ വീണ്ടും നേരെയുള്ള ക്വസ്റ്റ്യൻസിൽ വെച്ച് ചെയ്തത്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും വീഡിയോസ് ഇടാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.